മണിച്ചിറത്താഴ് ദ എവർഗ്രീൻ ക്ലാസിക് മാഗ്നം ഓപ്പസ്. ഞാൻ കൊച്ചിലെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയൊന്നുമില്ല, വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പണം തിയേറ്ററിൽ പോയി കണ്ടതാണ്. നെയ്യാറ്റിക്കര സുബൈലോ അവിടെ എവിടെയാണ് ഇപ്പോൾ റിലീസായി. കാട്ടാക്കട കാളിദാസ് ഓടി 1 കണ്ടിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ സിനിമയിൽ വിഷ്വൽ സൈഡ് ആദ്യം പറയാം. വിഷ്വലി എന്ന് പറയുമ്പം നമ്മുടെ ക്ലോസപ്പ് ഷോട്ടുകൾ വരുമ്പോഴൊക്കെ നൈസായിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ അറിയാനുണ്ട്. പക്ഷേ കുറച്ചങ്ങോട്ട് വൈഡിലോട്ട് വരുമ്പോഴേക്കും ചെറുതായിട്ട് മുഖമൊക്കെ ബ്ലറായി പോകുന്ന പോലെ, അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ, ഒരു ഷാർപ്പൻ ചെയ്യാത്ത പോലെ തോന്നുന്നുണ്ട്. ഈ വൈഡ് ആയിട്ട് വരുന്ന ഫ്രെയിംസിലെല്ലാം ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പഴയ സിനിമയല്ലേ, അവർക്ക് പരിധിയില്ലേ എടുത്ത് തപ്പി കണ്ടുപിടിച്ചെടുക്കുക. അതുകൊണ്ട് അതൊന്നും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇതൊന്നും വലിയ വിഷയമായിട്ട് തോന്നിയില്ല. തുടക്കത്തിലുള്ള ഒരു കല്ലടിയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഉടനീളം അങ്ങനെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല നല്ല ഈ കോൺട്രാസ്റ്റ് കൂട്ടി വാംത്ത് കൂട്ടി വെച്ചിരിക്കും പോലെ തോന്നി. അതായത് ആൾക്കാരുടെ മുഖമൊക്കെ ഇങ്ങനെ ചവചവായിരിക്കുന്നത്. അതാണ് വിഷ്വൽ സൈഡിൽ എനിക്ക് ഇതിൽ തോന്നിയത്. അതായത് പല സീനുകളും, അതായത് വൈഡിൽ വരുന്ന പല സീനുകളും നമുക്ക് ഒരു HD പ്രിൻറ്റ് വലിയ സ്ക്രീനിലിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ 4Kയുടെ ഒരു സാധനം വന്നില്ല. പക്ഷേ ക്ലോസപ്പ് സീനുകളിലൊക്കെ അതുണ്ടായിരുന്നു. സൗണ്ടിൻ്റെ കാര്യത്തിൽ സൗണ്ടിൻ്റെ വർക്ക്, റീവർക്ക് എടുത്തു പറയണോടെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോൾബി റീവർക്ക് ചെയ്തിരിക്കുന്നത് MR രാജശേഖരനാണ്. അതുപോലെ സ്കോർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബെന്നി ജോൺസൺ എന്ന് പറയുന്നത്. രണ്ടുപേരും പോളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്പടികം നമ്മൾ കണ്ടപ്പോൾ തന്നെ സ്പടികത്തിൽ ചില ഇതൊക്കെ നമ്മൾ രണ്ടാമത് കയറ്റിയതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇത് രണ്ടാമത് വർക്ക് ചെയ്തതാണ്. അതുമായിട്ട് മറ്റത് ഈ സംസാരിക്കുന്ന വോക്കലുണ്ടല്ലോ, വോക്കൽ ഒറിജിനൽ നിലനിർത്തിയിട്ട് സ്കോറാണ് വേറെ ചെയ്തിരിക്കുന്നത്, സൗണ്ട് മിക്സിംഗാണ് വേറെ ചെയ്തിരിക്കുന്നത്. അത് വ്യത്യാസപ്പെടുത്തി പല സീനുകളിലും അറിയാനുണ്ടായിരുന്നു. ഇതിൽ അങ്ങനെ ഒന്നുമില്ല, ഇതിൽ പക്ക സിങ്കായിട്ട് പോയിട്ടുണ്ട് ഈ സാധനം. എന്ന് വെച്ച് ഈ ഹൊറർ സീൻ വരുമ്പം 2 ഡെസിബൽ ഒന്ന് കൂട്ടിയിട്ടേക്കാം, കുറച്ച് ഞെട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അഡീഷണലായിട്ട് ഒരു കോപ്പറായി ഒരു കാണിച്ചു വെച്ചിട്ടില്ല. സിനിമയുടെ സോൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഇത് ഒറിജിനലായിട്ട് ഈ പടം ഡോൾബി അറ്റ്മോസ്ഫിയർ ചെയ്ത സിനിമയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരിടത്ത് ഒരു ബീറ്റ് പോലും അഡീഷണൽ നമ്മൾ ഇത്രയും പ്രാവശ്യം ഈ സിനിമ കണ്ടിട്ടുള്ളതില്ലേ. അപ്പോൾ എന്തെങ്കിലും സാധനം ചെറുതായിട്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല, അത്രയും സിങ്കായിട്ട്. അത് മാത്രമല്ല അതിൻ്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തൊക്കെ കിടുവായിരുന്നു. എല്ലാ പഴയ സാധനങ്ങൾ, ഇപ്പോൾ പഴയ ഒരു മ്യൂസിക്, ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അവർ വീണ്ടും ഉപയോഗിക്കണമല്ലോ. അപ്പോൾ പഴയ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കുന്നതും പുതിയത് ഉപയോഗിക്കുന്നതും എന്തെങ്കിലും ഒരു വ്യത്യാസം വരണ്ടേ? അങ്ങനെ ഒന്നും തോന്നല്ലേ, കിടുവായിട്ട് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ റിവ്യൂ പറയാനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ റിവ്യൂ എന്തരടേ പറയാം. ഇതിൻ്റെ സീൻ ബൈ സീന് ഓരോരുത്തരും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് ഇൻ്റർനെറ്റിലുണ്ടാവും. എന്നാൽ 1-2 കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. സിനിമ തുടങ്ങിയപ്പോഴേക്കും ഒരുപാട് പേരുടെ ആദരാഞ്ജലികൾ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങിയത്. അപ്പോഴൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഇവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല സിനിമകളും തിയേറ്ററിൽ ആൾക്കാരുടെ ഇടയിൽ കോമഡി പടങ്ങളിരുന്ന് കാണുമ്പം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുകയും പിന്നെ നോക്കുമ്പോൾ അത് ക്രിഞ്ചാവുകയും ഓവർ റേറ്റഡായിട്ട് മാറുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള നടന്മാർ അന്ധകാലത്ത് ചെയ്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ്. കാരണം അത് എത്ര കണ്ടാലും എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് ചിരി വരും. ഈ സിനിമയിൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെയും KPS ലളിത ചേച്ചിയുടെയും ലാലേട്ടൻ്റെയും ഇവരുടെയൊക്കെ സീൻ വരുമ്പം നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചിരിക്കൂടെ. അതാണ് ആ സമയത്തുള്ള നമ്മുടെ കലാകാരന്മാർ നമുക്ക് തന്ന ഒരു ഔട്ട്പുട്ടും അവരെ നമുക്ക് കിട്ടിയതിലുള്ള ഒരു നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത് അതുകൊണ്ടാണ്. ആ സാധനം തിയേറ്ററിൽ കിടുവായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം കാണുമ്പോഴും എപ്പോൾ കാണുമ്പോഴും ഫ്രഷ് ഫീൽ തന്നെയാണ് ആ കോമഡി സീൻസൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടുത്തെ കോമഡി പടങ്ങളൊക്കെ റീമേക്ക് ചെയ്ത് വേറെ ലാംഗ്വേജിൽ പോകുമ്പോൾ അവിടെയൊക്കെ പൊട്ടിപ്പോണതിന് പ്രധാന കാരണം ഈ നമുക്ക് അത്രയും ധാരാളിത്തമുള്ള ആക്ടേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഈ സിനിമ അറിയപ്പെടുന്നത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് ശോഭന ചേച്ചിയുടെ പേര് തന്നെയാണ്. പകരം വയ്ക്കാനില്ലാത്ത പെർഫോമൻസാണ്. പല ഭാഷയിലും ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ശോഭന ചേച്ചിയുടെ വട്ടം വയ്ക്കാൻ ഒരുത്തർക്കും പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൽ പലരും പറയാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ പെർഫോമൻസുകൾ മിക്ക സീനുകളും എടുത്ത് വെച്ചിട്ട് ആ സിനിമയിൽ മോഹൻലാലിൻ്റെ ഈ സീനിൽ അഭിനയം കണ്ടോ എന്നും പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അധികം ആരും പറയാത്ത ഒരു സീൻ ഈ സിനിമയിലുണ്ട്. അതായത് ഫസ്റ്റ് ടൈം ഈ ട്വിസ്റ്റൊക്കെ നമ്മളെ മുമ്പിൽ റിവീൽ ചെയ്യുന്നതിന് മുമ്പേ അമ്പലത്തിൽ പോയി ആ ചിലങ്ക എടുത്ത് കാണിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം നാഗവല്ലിയാണെന്ന് ലാലേട്ടൻ തിരിച്ചറിയുന്ന, സണ്ണി തിരിച്ചറിയുന്ന ആ ഒരു രംഗം നിങ്ങൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് നോക്കണേ. അയാൾ ആ സമയത്ത് നാഗവല്ലിയാണെന്ന് തിരിച്ചറിഞ്ഞ്, ഇത് ഇയാളുടെ മൈൻഡിലുള്ളത് നാഗവല്ലിയാണെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഞെട്ടലും ആ സിറ്റുവേഷനിൽ നിന്ന് ഊരുകയും കൂടെ വന്ന നഗലനെ ഇതൊന്നും അറിയിക്കാതെ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു തത്രപ്പാടുണ്ട് ആ മനുഷ്യൻ ചെയ്യണത്. അത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യണത്? ഒരുത്തനെ കൊണ്ടും പറ്റൂല, ഒരുത്തനെ കൊണ്ടും ആ റോൾ അതുപോലെ ചെയ്ത് കാണിക്കാൻ പറ്റൂല. അതും പോട്ട് ഈ സീൻ എടുത്ത് വെച്ച് കാണിച്ചിട്ട് ഇതുപോലൊരു സീൻ വരുമ്പം ഇങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പെർഫോമൻസാണ് ലാലേട്ടൻ ഈ സീനിലൊക്കെ ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ചുമ്മാ ഒരു സൈക്കാർട്ടിസ്റ്റ് അല്ലേ, വേറെ ഒന്നും അങ്ങനെ അല്ല. നിങ്ങൾ ഓൾറെഡി ഒരുപാട് തവണ കണ്ട സിനിമയാണ്.
പക്ഷേ ഈ സീനൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ അവസാനം ആകുമ്പം ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രോളന്മാർ, ഈ കണയന്മാർ ചെയ്തു വെച്ച ഒരു പണിയെന്ന് പറഞ്ഞാൽ, തിലകൻ ചേട്ടൻ വരുന്ന സീനൊക്കെ യവന്മാർ കോമഡിക്ക് വേണ്ടി, ട്രോളിന് വേണ്ടി, ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയപ്പോൾ സിനിമ കണ്ട് തിയേറ്ററിൽ ആ പോർഷൻ എത്തുമ്പോഴും എനിക്ക് ചിരി വരികയാണ്. ദിസ് ഈസ് ഇൻക്യൂറബിൾ, ഇതിന് പരിഹാരമില്ല എന്ന് പറയുന്നത്, അമ്പട കേവ സണ്ണി കുത്താന്ന് പറയുന്നതൊക്കെ ഒരു വേറെ രീതിയിലൊക്കെ ട്രോളിൽ വന്നത്, അത് മനസ്സിൽ കിടപ്പുള്ളതുകൊണ്ട് ഈ പടം കാണുമ്പോൾ ഈ സീൻ വരുമ്പോൾ അറിയാം ചിരിച്ചു പോയത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആ സിനിമയുടെ മൂഡുമായിട്ട് ചേർന്ന് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ പാട്ടുകളൊക്കെ, ഈ പഴന്തമിഴ് പാട്ടായാലും ഒരു മുறை വന്ന് പാർത്തായ പാട്ടായാലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഒന്ന് വേറെ ഉണ്ട്. ഞാൻ അവസാനം ആ ഒരു മുறை വന്ന് പാർത്തായ പാട്ട് മുതൽ ആ ക്ലൈമാക്സ് സീക്വൻസ് വരെ എൻ്റെ കണ്ണ് രണ്ടും ഇങ്ങനെ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണമൊന്നും എനിക്കറിഞ്ഞൂടെ, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സാധിച്ചതുപോലെയും ഒരു സംതൃപ്തി, ഒരു അനുഭൂതി, ആ ഒരു ഫീല് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. അതാണ് ഈ സിനിമ നിത്യഹരിതമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അത്രേ ഉള്ളൂ. വരട്ടെ.